നമ്മുടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു പുതിയ തലമുറയെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കണമെന്ന്. മയക്കുമരുന്നിന്റെ സ്വാധീനം കേരളത്തെ ഇന്ന് തകർച്ചയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെ ചെന്നാലും ലഹരിയാണ്, എവിടെ ചെന്നാലും മയക്കുമരുന്നാണ്, രാസലഹരിയാണ് കാണാൻ കഴിയുന്നത്. ഇത് അവസാനിപ്പിച്ചേ മതിയാകൂ. രാസലഹരി തലമുറകളെ നശിപ്പിക്കുകയാണ്. ഇത് ആകാശത്തൂടെ വരും, കടലിലൂടെ വരും, കരയിലൂടെ വരും, ട്രെയിനിലൂടെ വരും. കേരള പോലീസ് ഇത് വരുന്ന വഴികൾ മുഴുവൻ കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 7,500 വരെ, ഞാൻ ഈ സംസാരിക്കുന്നവരെ 7,600 പേരെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തു. 6,500 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 70 കോടി രൂപ വിലപിടിപ്പുള്ള ലഹരി പദാർത്ഥങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. ഇനി എറണാകുളത്ത് വെച്ച് ഇതെല്ലാം കൂടെ അവിടുത്തെ MLA-യും MP-യും മേയറും ഒക്കെ ചേർന്ന് കത്തിക്കാൻ തീരുമാനിച്ചു. എല്ലായിടത്തും ലഹരി വ്യാപനം നിയന്ത്രിക്കാനാവാത്ത നിലയിലേക്ക് പോയി, കൈവിട്ടുപോയി. ഇത് കുഞ്ഞുങ്ങളാണ് അവരുടെ ആദ്യത്തെ ഇര. അന്തർദേശീയ മയക്കുമരുന്ന് ലോബി കേരളത്തെ പിടിമുറുക്കി. നമ്മുടെ പെൺകുട്ടികൾ, കോളേജിലും സ്കൂളിലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, കൊച്ചുകുട്ടികൾക്ക് വരെ ഈ ലഹരി പദാർത്ഥങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാസർഗോഡ് പോലീസ് ഒരു കമ്പനി റെയ്ഡ് ചെയ്തു. അത് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പ്രകാരമാണ്. ആ കമ്പനിയുടെ ബോർഡ് കേരള ക്ലീൻ കമ്പനി എന്നാണ്. പോലീസ് അകത്തി തന്നെ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ലക്ഷക്കണക്കിന് മിഠായികൾ നിർമ്മിച്ച് ചാക്കിൽ അടുക്കി വെച്ചിരിക്കുകയാണ്. അതിന്റെ പേരാണ് സ്വീറ്റ് ലിപ്സ്. കുട്ടികൾക്ക് കൊടുത്താൽ അവരുടെ ചുണ്ടിൽ നല്ല തണുപ്പ് കിട്ടും. കൂൾ ലിപ്സ് എന്നാണ് അതിന്റെ പേര്. അത് കൊടുക്കാതെ അതിനകത്ത് മയക്കുമരുന്നാണ്. ഈ കുട്ടികൾ ഇത് കഴിച്ചിട്ട് ഇങ്ങനെ മരവിച്ചിരിക്കുകയാണ് പല സ്കൂളിലും. കുറെ കൂടി കഴിയുമ്പോൾ ഇവർ ഈ മുട്ടായിക്കകത്ത് വീണ്ടും മയക്കുമരുന്നിന്റെ അതിന്റെ അളവ് വർദ്ധിപ്പിക്കും. പിന്നെ കുട്ടികൾക്ക് ഇതില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. പോലീസ് പിടിച്ചു. 65 ലക്ഷം രൂപയുള്ള ഒരു മെഷീനാണ് ഈ കൂൾ ലിപ്സ് ഉണ്ടാക്കുന്നത്. 15ഓളം പേരെ അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു. ഇനി അവരുടെ സ്വത്തുക്കൾ കണ്ടെത്താനുള്ള നടപടികളുമായിട്ട് കാപ്പ പ്രയോഗിക്കാനും പോലീസ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് വെച്ച് ബീഹാർ സ്വദേശിയായ ഒരാള് വർണ്ണക്കടലാസിൽ പൊഴിഞ്ഞ മിഠായി കൊണ്ടുവന്ന് പോലീസ് പിടിച്ചു. അതിനകത്ത് ലഹരിയാണ്. ഹൈബ്രിഡ് കഞ്ചാവ് തായ്ലൻഡിൽ ഒരു ഡ്യൂട്ടി പോലും ഇല്ല, ഫ്രീ ആണ്. തായ്ലൻഡിൽ നിന്ന് ഇറക്കുമതി, തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്ന് അത് ദുബായിലും ഒമാനും വഴി കേരളത്തിലേക്ക് എത്തിക്കുന്ന സംഘങ്ങളുണ്ട്. അവരെ മുഴുവൻ കേരള പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ്. ആഫ്രിക്കയിൽ നിന്ന് വന്ന 2 പേരെ ഡൽഹിയിൽ വെച്ചും ബാംഗ്ലൂരിൽ വെച്ചും അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ MDMA ഒരു ഗ്രാമിന് 5000 രൂപയാണ്. ഒരു ഗ്രാമിന് 5000 രൂപ കൂടുതലുണ്ട്. ഇതെല്ലാം കേരളത്തിൽ നിന്ന് സുലഭമായി കിട്ടുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഇതൊരിക്കൽ വാങ്ങി കഴിക്കുന്നവന് പിന്നെ ജീവിതത്തിൽ ഇതില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കൊച്ചുകുട്ടികൾ ഇതൊന്നും അറിയാതെ ഈ മിഠായിയുടെ പേരിൽ, അതുകൊണ്ട് ആരും മിഠായി വാങ്ങിച്ച് കഴിക്കരുത്. ഈ മിഠായി ആണോ എന്ന് പരിശോധിക്കാതെ കഴിക്കരുത്. മിഠായി കഴിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. ഈ മിഠായിയുടെ പിന്നിലകത്ത് വിഷമുണ്ടോ എന്ന് പരിശോധിക്കണം. കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുത്താൽ അവർക്കറിയില്ലല്ലോ.
ഇങ്ങനെ നിരന്തരമായി കുട്ടികൾക്ക് ഈ മയക്കുമരുന്ന് കൊടുത്ത് അവരെ വഴിതെറ്റിക്കുന്ന സംഘങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുകയാണ്. അവരെ നേരിടാനാണ് നമ്മുടെ തീരുമാനം. ഇതൊരു യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ നമുക്ക് ജയിച്ചേ മതിയാകൂ. നമുക്ക് പരാജയപ്പെടാൻ കഴിയില്ല. അന്തർദേശീയ മയക്കുമരുന്ന് ലോബി കേരളത്തിൽ ഈ പ്രവർത്തനം ഇപ്പം നടത്തുന്നില്ല. അവരുടെ ഫോൺ ഞങ്ങൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഫോൺ ഇങ്ങനെയുള്ള ആളുകൾ ആരാണെന്ന് കണ്ടെത്തി കേരള പോലീസ് അവരുടെ ഫോൺ പരിശോധിക്കുന്നുണ്ട്. അവർ പറയുന്നത് എന്താണെന്നറിയാമോ? പുതിയൊരു ഗവൺമെന്റ് വന്നതല്ലേ, ആരംഭത്തിൽ ഇങ്ങനെയുള്ള ആരംഭശൂരത്വമൊക്കെ കാണിക്കും, പിന്നെ അവർ നിർത്തിക്കഴിയുമ്പോൾ നമുക്ക് വീണ്ടും തുടങ്ങാമെന്നാണ്. ഞാൻ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ഓപ്പറേഷൻ തുഫാൻ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വെച്ച് ഒരു കാര്യം ഞാനിവിടെ പ്രഖ്യാപിക്കുന്നു. കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ലഹരി മാഫിയയെ ആട്ടിപ്പായിക്കുന്നത് വരെ നമ്മൾ തുടരും. ഇവരുടെ വേരറുക്കുന്നത് വരെ ഓപ്പറേഷൻ തുഫാൻ ജനങ്ങളുടെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ തുടരുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ കൊച്ചുമക്കളെ ലഹരിക്ക് അടിമകളാക്കി മാറ്റുന്ന, അവരുടെ ജീവിതം നശിപ്പിക്കുന്ന ലഹരി മാഫിയയുടെ കേരളത്തിൽ അന്ത്യം കുറിച്ചിട്ട് ഓപ്പറേഷൻ തൂഫാൻ ഈ ഗവൺമെന്റ് അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിന് ജനങ്ങളുടെ പിന്തുണയുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ കാണാൻ പോയി. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഓപ്പറേഷൻ തുഫാന്റെ അലയടികൾ തമിഴ്നാട്ടിലും വലിയ തോതിലുണ്ട്. അദ്ദേഹം നിങ്ങൾക്കറിയാം നല്ല സിനിമാ നടനാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങേ ചെറുപ്പക്കാർക്ക് വളരെ ഇഷ്ടമാണ്, അങ്ങ് അവരോട് ചെറുപ്പക്കാരോട് പറയണം ഈ ലഹരി ഉപയോഗിക്കരുത്, ഈ ലഹരി ഉപയോഗത്തിന് പിന്മാറണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇപ്പോൾ തന്നെ ആ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു, ഞാനത് പറയുമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കേരളത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനും മോഹൻലാലും ജില്ല എന്ന് പറയുന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് കേരളത്തിന് വരണം, ഞങ്ങളെ ഇൻവിറ്റേഷൻ സ്വീകരിക്കണം. അദ്ദേഹം അത് സമ്മതിച്ചിട്ടുണ്ട്. മോഹൻലാൽ 23-ാം തീയതി അമേരിക്കയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും കൂടി ഡേറ്റ് എടുത്ത് നമ്മളൊരു വൻ പരിപാടി എറണാകുളത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്.